ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും. യാത്രകൾ നമുക്കെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ? അപ്പം ഞാനൊരു യാത്ര പോയത് നിങ്ങളൊന്ന് വിവരിക്കുക കേട്ടോ. മറ്റൊന്നിനുമല്ല, എൻ്റെ ഒരു ഡാൻസ് ക്ലാസ്സിന് വേണ്ടി പോയതാണ്. പക്ഷെ കേരളത്തിലല്ല, നാഗർകോവിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അവിടെ പോയതിൻ്റെ വിശേഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. സ്നേഹം മാത്രം നിങ്ങളോട് എല്ലാവരോടും. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന്. കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു, പക്ഷേ നന്ദി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം പോകാനായിട്ട് ഞാൻ ചങ്ങനാശ്ശേരി, എൻ്റെ സ്വന്തം നാട് ചങ്ങനാശ്ശേരിയാണ്. അപ്പോൾ ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് വെയിറ്റ് ചെയ്യുകയാണ്. 3 മണിക്ക്, ഉച്ച കഴിഞ്ഞിട്ട് 3 മണിക്കായിരുന്നു ട്രെയിനിൻ്റെ ടൈം പറഞ്ഞിരുന്നത്. പക്ഷേ ഞാൻ വന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം ട്രെയിനിന് വേണ്ടി കാത്തിരുന്നു. അതിനിടയ്ക്ക് എനിക്ക് കുറച്ച് ബോർക്കെ അടിച്ചു. എന്നാലും ഞാൻ പോകാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ട്രെയിൻ വരുന്നതും കാത്ത് ഞാൻ ഇവിടെ ഇരിക്കുക കേട്ടോ. എന്നെപ്പോലെ തന്നെ പല സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കൾ, ഫാമിലി, ഒത്തിരി പേര് ട്രെയിൻ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്ക് എൻ്റെ സ്ഥലത്തേക്ക് പോകാനുള്ള ട്രെയിനല്ല, അത് എറണാകുളത്തേക്ക് പോകാനുള്ള ട്രെയിനുകളും ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ അവിടുത്തെ സ്കൂളാണ്, കുറുകുണി സ്കൂള്. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ട്രെയിനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ദിശയിലേക്കുള്ള ട്രെയിനല്ല ഈ പോകുന്നത്. ഇത് എറണാകുളത്തേക്ക് പോകുന്ന ട്രെയിനാണ്. അതൊക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. എല്ലാവരും തിരക്ക് പിടിച്ച യാത്ര ചെയ്യാനുള്ള തിരക്കിലാണ്. അപ്പം ഞാൻ നോക്കുമ്പം കുറേ വെയിറ്റ് ചെയ്ത് നമ്മുടെ ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. എനിക്ക് പോകാനുള്ള ട്രെയിൻ വരുന്നുണ്ട്. അപ്പം ഞാൻ ട്രെയിന് വെയിറ്റ് ചെയ്ത് നിന്ന് എൻ്റെ ക്ഷമ നശിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ട്രെയിനിൻ്റെ വരവ്. കണ്ട, അടിപൊളിയായിട്ടല്ലേ അവൻ്റെ വരവ്. അപ്പം എനിക്ക് സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. പെട്ടെന്ന് പോകാമല്ലോ. ഞാനപ്പം ട്രെയിൻ നിർത്തി, ട്രെയിനിൽ കയറി യാത്ര തുടങ്ങി. അവിടുന്ന് തിരുവല്ല, ചെങ്ങന്നൂർ, പിന്നെ കൊല്ലം, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തൂടെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. എനിക്കിപ്പോൾ പോകേണ്ടത് ട്രിവാൻഡ്രത്തേക്കാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് അവിടുന്ന് ബസ്സിന് കയറിയാണ് നാഗർകോവിൽ പോകുന്നത്. അപ്പം ഞാനിങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ നിർത്തി പോകുമ്പം ഒരുപാട് പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ട്രിവാൻഡ്രത്തെത്തി കേട്ടോ ഗൈസ്. ഞാൻ ട്രിവാൻഡ്രത്തെത്തി, റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. നമുക്കിനിയും ട്രിവാൻഡ്രത്തെ വിശേഷം ഒന്ന് കാണാം. ഓക്കെ, വാ. എന്താ രസമല്ലേ. ഓക്കെ, ട്രിവാൻഡ്രം സിറ്റിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പുറത്തിറങ്ങി. ഇനി നേരെ ഓപ്പോസിറ്റിലേക്കാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. അപ്പോൾ ബസ് സ്റ്റേഷനിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചയാണിത്. അതിനു മുമ്പ് എനിക്ക് വിശന്നായിരുന്നു. ഞാൻ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങി കഴിച്ചു. കഴിച്ചതിന് ശേഷം ഞാൻ പെട്ടെന്ന് തന്നെ എനിക്ക് ബസ് കിട്ടി. ആ ബസ്സിൽ കയറി നാഗർകോവിൽ വന്നു. ഇപ്പോൾ ഒരു 11-11:30 ആയെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആ സമയത്താണ് ഞാൻ വന്നത്. പക്ഷേ ഇങ്ങോട്ട് എപ്പോഴും ബസ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ നാഗർകോവിൽ ഇറങ്ങിയിട്ട് അവിടുത്തെ നാഗർകോവിൽ സിറ്റിയാണ് ഈ കാണുന്നത്. അപ്പം ഞാനൊരു ഓട്ടോ പിടിച്ച് എനിക്ക് ചെല്ലേണ്ട സ്കൂളിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. ഒരുപാട് താമസിച്ചതായത് കൊണ്ടായിരിക്കാം നമ്മളിവിടുത്തെ പോലെ തിരക്കും കാര്യങ്ങളൊന്നും അവിടെ ഞാൻ കണ്ടില്ല കേട്ടോ. നല്ല സമാധാനപരമായിട്ട് യാത്രയിലായിരുന്നു. അങ്ങനെ എൻ്റെ സ്ഥലത്ത് ഞാൻ എത്തി, എൻ്റെ സ്കൂളിലെത്തി. ഇത് നാഗർകോവിലിലെ അൽഫോൻസ സ്കൂളിലാണ് ഞാൻ ക്ലാസ് എടുക്കാൻ പോയത്. എനിക്ക് അവിടെ തന്നെ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് സ്കൂള്. സ്കൂളിൻ്റെ പരിസരങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. ക്ലാസ്സിന് കുട്ടികൾ ഇപ്പം വരുമെന്നാണ് പറഞ്ഞത്. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ് കുട്ടികൾക്ക് വേണ്ടി. കുട്ടികളെ വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവിടെ അനുവാദമില്ല. അതുകൊണ്ട് അവിടെ എന്തോ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫംഗ്ഷൻ കഴിഞ്ഞിട്ടാണ് കുട്ടികൾ വരിക. അപ്പോൾ സ്കൂളിന് പുറത്തുള്ള സംഭവങ്ങളാണ്
ഇതാ നമ്മളെ ഇവിടുത്തെ പോലെ ഒരു തിരക്കും ഇല്ല കേട്ടോ. വണ്ടികൾ കുറവ്, കടയുടെ ബഹളമില്ല, ഒരു കോവിലുണ്ട് അവിടെ. ഇതവിടുത്തെ വഴിയാണ്. നല്ല മാങ്ങാപ്പഴമുണ്ട് ഇവിടെ. പോകുന്ന വഴിക്കൊക്കെ മാങ്ങ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. മാമ്പഴം, നല്ല പഴുത്ത മാമ്പഴമുണ്ട്. സ്കൂളിൻ്റെ പരിസരമൊക്കെ കാണാൻ നല്ല രസമാണ്, നല്ല കാറ്റാണ്. പിന്നെ അവിടെ പക്ഷികളുണ്ട്, കുറേ പക്ഷികളുണ്ട്. ഈ മാമ്പഴം ഒക്കെ കിടക്കുന്നുണ്ടോ. പിന്നെ കുട്ടികൾ വന്നു, ഞാൻ ക്ലാസ് എടുത്തു. നൈറ്റായപ്പം ചുമ്മാ ടൗണിലേക്കൊന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ ഞാൻ നല്ല ടയേർഡായിരുന്നു, അതുകൊണ്ട് സ്കൂളിലാണ് തങ്ങിയത്. പിന്നെ ഞാൻ പിറ്റേ ദിവസം തന്നെ തിരിച്ച് പോരുക കേട്ടോ വീട്ടിലേക്ക്. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കുള്ള കാരണം എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു ചെല്ലേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താ ട്രിവാൻഡ്രത്തേക്ക് ബസ്സിൽ തന്നെ തിരിച്ച് പോവുകയാണ്. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന് ട്രെയിൻ കയറിയിട്ട് ഞാൻ ദാ ഇപ്പം എൻ്റെ സ്വന്തം നാട്ടിലെത്തി. നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ യാത്രകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടും. മാസത്തിൽ 1-2 തവണയൊക്കെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ യാത്രകൾ പോകുന്നതും ട്രിപ്പ് പോകുന്നതും ഒക്കെ നല്ലതാണ്. അത് നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു ഹാപ്പിനെസ് കിട്ടും. എനിക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്. പല സ്ഥലങ്ങളിൽ പോവുക, പല ആൾക്കാരെ പരിചയപ്പെടുക, പല ജീവിതശൈലികൾ കാണുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് പല വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ, പല വ്യത്യസ്തരായ ആൾക്കാർ, അങ്ങനെയൊക്കെ നമുക്ക് ഓരോ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായിരിക്കുമ്പം നമുക്കതിനുള്ള സമയങ്ങളൊന്നും കിട്ടാറില്ല. നമ്മൾ ജോലി വീട് അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്ക് പോകും. പക്ഷേങ്കിൽ നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പം ആ ലൈഫിൽ നമുക്ക് ഇടയ്ക്ക് നമുക്ക് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ആവശ്യമുണ്ട്. നമ്മുടെ മനസ്സിനെ റിഫ്രഷ് ചെയ്യേണ്ട അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പം 1-2 പ്രാവശ്യമൊക്കെ ഇപ്പം ദൂരെ തന്നെ പോകണമെന്നൊന്നുമില്ല, നമ്മുടെയൊക്കെ അടുത്ത് തന്നെയൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ, ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി ഫാമിലി ആയിട്ടൊക്കെ പോയി എൻജോയ് ചെയ്യുന്നത് നല്ലതാണ്. എപ്പോഴും നമ്മൾ ജോലി എന്നും പറഞ്ഞ് നമുക്ക് ജോലി ആവശ്യമാണ്. നമുക്ക് ജോലി ചെയ്താലേ ക്യാഷ് കിട്ടത്തുള്ളൂ, ജീവിക്കാൻ പറ്റത്തുള്ളൂ. അതൊക്കെ അത്യാവശ്യ ഘടകങ്ങൾ തന്നെയാണ്. പക്ഷേ എങ്കിലും നമ്മൾ കുറച്ച് സമയങ്ങളൊക്കെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്കൊന്നും എൻജോയ് ചെയ്ത് ജീവിക്കാനായിട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഒരു പ്രായമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വാർദ്ധക്യത്തിലെ ഒരവസരത്തിലെത്തുമ്പോൾ നമ്മൾ തിരിഞ്ഞ് ചിന്തിക്കുമ്പം നമുക്കവിടെ പോകാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു നഷ്ടബോധം നമുക്കുണ്ടാവും. അതുകൊണ്ട് ഫുൾ എൻജോയ് ചെയ്യുക. എല്ലാ സ്ഥലങ്ങളും നമുക്കുള്ളതാണ്, എൻജോയ് ചെയ്യുക. ഓക്കെ, ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.